ഇനി തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് പുതുക്കിയ എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലരുടെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് അവരെയൊക്കെ ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഈ ഒരു മാസം മുതൽ നമുക്ക് 2000 രൂപയായിരിക്കും നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട്. 1600 രൂപ എന്ന് പറയുന്ന പെൻഷൻ എമൗണ്ട് 400 രൂപയോളം വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻഷൻ എമൗണ്ട് ഇത്രയും കൂട്ടിയത് കൊണ്ട് തന്നെ വളരെയധികം അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. വാർദ്ധക്യ പെൻഷൻ, അതുപോലെ ഭിന്നശേഷി പെൻഷൻ, അതുപോലെ വിധവ പെൻഷൻ എന്നീ പെൻഷനൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവർ അവർ പറയുന്ന അതേ കാര്യങ്ങൾ, അതായത് പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ പോയിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവിടെ പോവേണ്ടതാണ്. ആ ഒരു രീതിയിൽ ചെയ്താലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങാണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള മാസങ്ങളിലും ഒരു മുടക്കവും ഇല്ലാണ്ട് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആണെങ്കിൽ പോലും അവർക്കിപ്പോൾ ഒരുപാട് മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ആ ഒരു പെൻഷൻ ഓരോ ഗഡുക്കളായിട്ട് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെൻഡിങ്ങിലുള്ള എല്ലാ എമൗണ്ടും ഓരോരോ ഗഡുക്കളായിട്ട് തുടർന്നുള്ള മാസങ്ങളിൽ ആ ഒരു ഗഡുക്കളായിട്ട് ഫുള്ള് ഈ ഒരു എമൗണ്ട് അവർ തന്നു തീർക്കുന്നതായിരിക്കും. അനർഹരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. 2000 രൂപ ഈ ഒരു എമൗണ്ട് കൂട്ടിയത് കൊണ്ട് തന്നെ അത്രയ്ക്കും അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് അവർ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നോക്കുന്നത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ വരുമാനം ഒരു വർഷത്തിൽ 1 ലാഖിന് എബോ ആണ് നിങ്ങളുടെ ആ ഒരു വരുമാനം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ വാങ്ങാൻ നിങ്ങൾ അർഹത അല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ വിധവ പെൻഷനൊക്കെ ചിലർക്ക് മുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ കിട്ടുക. ഇതുവരെയും വിവാഹം കഴിക്കാത്തവർക്ക് അവർക്ക് ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയും പെൻഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വീടിൻ്റെ വിസ്തീർണം, അതായത് ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന് എബോ ഉള്ള ഇരുനില വീടുകാരാണെങ്കിൽ അവർക്ക് ആ ഒരു റൂഫിങ്ങും അവരുടെ വീട്ടിൻ്റെ ആ ഒരു ഫ്ലോറിങ്ങൊക്കെ പരിശോധിച്ച് അങ്ങനെയുള്ളവരെയും ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ 2 ഏക്കർ അതിന് മുകളിൽ ഭൂമിയുള്ള ആൾക്കാരെയും ഈ ഒരു പട്ടികയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടിയത് കൊണ്ടും അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. അതുകൊണ്ട് അത്രയ്ക്കും അർഹത നോക്കിയിട്ട് ആ ഒരു ആൾക്കാർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടിക്കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പെൻഷൻ എമൗണ്ടിനോടൊപ്പം നിങ്ങൾക്ക് കേന്ദ്ര വിഹിതമായ 200, 300, 500 ആ ഒരു എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. ചിലർക്കൊക്കെ എത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട്. നിങ്ങളിപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിലോട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് വരുന്നത്. ചിലപ്പോൾ സ്ഥിരം വരുന്ന ആ ഒരു അക്കൗണ്ടിലായിരിക്കത്തില്ല. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലോട്ടും ഈ ഒരു എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്